നമസ്കാരമുണ്ട്. കൊല്ലം വാർത്തകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ചെയ്യേ. ഞാനിപ്പോൾ നമ്മുടെ കുന്നത്തൂ പാലത്തിൻ്റെ അടുത്താണ്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു അമ്മ ഉണ്ടോ, അമ്മ ഇങ്ങനെ വലിയൊരു ബോർഡൊക്കെ പിടിച്ചോണ്ട്, അമ്മ ഒന്ന് ശരിയമ്മേ വലിയൊരു ബോർഡൊക്കെ പിടിച്ചോണ്ട് നിൽപ്പുണ്ട്. സംഭവം ഇവിടെ ഒരു ചിക്കൻ ബിരിയാണി ഒരു കച്ചവടമാണ്. അപ്പോൾ അതെ ഈ നിൽക്കുന്ന ചേട്ടനാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പ്രവാസിയായിരുന്നല്ലയോ? എവിടെയായിരുന്നു? മിലിറ്ററിയുടെ ഷെഫായിരുന്നു. അത് ശരി. അപ്പോൾ അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പം ഇപ്പം നമ്മൾ റോഡ് സൈഡിൽ ഒരു കച്ചവടമായിട്ട് നിൽക്കുന്നതാണ് കണ്ടത്. എങ്ങനെ ഈ ഒരു കച്ചവടത്തിലോട്ട് വന്നേ എങ്ങനെ? അപ്പം എങ്ങനെ ജോലി അവിടെ നിർത്തി പോരുന്നതാണോ? അതെ, ഞാൻ 10-15 കൊല്ലം ഞാനവിടെ പ്രവാസിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇപ്പം നാട്ടിൽ വന്നു. അപ്പോൾ ഇച്ചിരി സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ നാട്ടിലോട്ട് വന്നു. അത് ശരി. അപ്പം കുറച്ച് എന്താ പറയുക, ചെറിയൊരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചു. കൈ ചെറുതായിട്ട് പുഴയൊക്കെ ആക്സിഡന്റ് സംഭവിച്ചു. നമ്മുടെ കൈയുടെ പുഴയൊക്കെ പ്രശ്നമായില്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ വീട്ടിൽ ഇരുന്നാലും പറ്റില്ലല്ലോ, നമ്മുടെ കാര്യങ്ങളും ചിലവിലും കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. അപ്പോഴും എൻ്റെ എവരെയും വിളിച്ചുകൊണ്ട് ഞാൻ ചെറിയൊരു അങ്ങനെ അച്ഛനും ഉണ്ട് അമ്മയുണ്ട്. ഈ അമ്മയും അച്ഛനും മോനും കൂടെ ചേർന്ന് കുഞ്ഞൊരു കച്ചവടമാണ് നമ്മുടെ പുത്തൂരും പരിസരത്തൊക്കെ ഉള്ളത്. ഹൈജീനിക്കായിട്ടാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. ഫുഡൊക്കെ നല്ല ഹൈജീനിക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം നല്ല വൃത്തിയായിട്ടൊക്കെ വെച്ചേക്കുന്നത്. ഇതിപ്പോൾ ക്ലിമ്പിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ശരി. ഒരിക്കലും ഒരു ഇതില്ല. നമ്മൾ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? ഞാനിത് വെറും തുച്ഛമായിട്ടുള്ള പൈസ 100 രൂപയ്ക്കാണ്. 100 രൂപയ്ക്ക്. പിന്നെ ചിക്കൻ ബിരിയാണി അല്ലേ കൊടുക്കുന്നത്? കൂടുതൽ കൊടുക്കുന്നത്. അപ്പം ഇതിപ്പോൾ 2 പീസ് ഉണ്ടാവും. നല്ല അതിൻ്റെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് കൈമ റൈസിലാണ് ചെയ്യുന്നത്. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മണവും കാര്യങ്ങളൊക്കെ. കൈമയുടെ റൈസല്ലേ? ചെറിയ റൈസാണ്. നല്ല അപ്പോൾ തീർച്ചയായിട്ടും ഞാനും ഒരെണ്ണം വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചിരിക്കാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്പർ കൂടെ കൊടുക്കാം. എന്തായാലും പാർട്ടിയോ കൊച്ചു പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞാൽ വെച്ച് കൊടുക്കത്തില്ലയോ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്പർ കൂടെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ പുത്തൂർ, ശാസ്താംകോട്ട, ഭരണിക്കാവ് പ്രദേശത്തൊക്കെ ഉള്ളവർ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു ചെറിയ ഹെൽപ്പോ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സംബന്ധിച്ച ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട ഈ പരിപാടി തുടങ്ങിയത് തന്നെ. അപ്പം നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പം നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ട്. നമ്മുടെ യാത്രക്കാരൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കുന്നത്തൂ പാലം ഇതേ ആ കാണുന്ന നല്ല വൃത്തിയായിട്ട് കൊടുക്കുക. അതാണ് നമ്മുടെ പ്രത്യേകത. അപ്പം കുന്നത്തൂ പാലത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് കെമിക്കലില്ല, കെമിക്കൽ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. നല്ല നമ്മുടെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മസാലയിൽ തന്നെയാണ്. അത് ശരി. അതാണ് എൻ്റെ പ്രത്യേകത. പിന്നെ എപ്പോഴും നിങ്ങൾ നോക്കാം, ഇതിപ്പോൾ വഴിയരികളാണെന്ന് പറഞ്ഞത് ക്ലിംപിലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഓയിൽ കണ്ടെയ്നറാണ്. അത് ശരി. പിന്നെ നമുക്ക് 2 പീസുണ്ട്. നമുക്ക് എന്തോ ആയിരുന്നാലും നമുക്ക് ബർഫുള്ളാണ്. അത് ഇപ്പം കടയിലൊക്കെ പോയാൽ നല്ലൊരു ബിരിയാണി വേണമെങ്കിൽ 150 രൂപ ഏറ്റവും കുറഞ്ഞ വേണം. അപ്പം 100 രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു ബിരിയാണി എന്ന് പറയുമ്പോൾ നല്ലൊരു പൈസയാവും. നമുക്കിത് വലിയ ലാഭമല്ല. നമ്മൾ ഈ വെയിൽ കൊള്ളുന്നത് വലിയ ലാഭമൊന്നും ഉണ്ടായിട്ടല്ല. എന്നിരുന്നാലും നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകല്ലോ, നമ്മുടെ അരിയോട് പടക്കോലം എന്ന് വിചാരിച്ചിട്ട്. അതെ. പിന്നെ അത് അല്ല, അത്യാവശ്യം വലിയൊരു പാക്കറ്റും കൂടെ നല്ല രീതിയിൽ ഒരാൾക്ക് കഴിക്കാനുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ഗിരി എന്നാണ്. ഗിരിച്ചേട്ടൻ. അപ്പം നമ്മുടെ കുന്നത്തൂരിൽ നിന്ന് ഈ വഴിയൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. പാലത്തിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ നമ്മളെന്തായാലും ആ ചേട്ടൻ്റെ 2 പൊതി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ആ പൊതി എന്ന് വെച്ചാൽ കണ്ടോ, ഇതിനകത്ത് അതിൻ്റെ മണ്ടയ്ക്ക് പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ റോഡ് സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് ഹൈജീനിൻ്റെ പ്രശ്നമൊന്നുമില്ല. നല്ല പൊടിയൊന്നും അഴുക്കൊന്നും കയറാതിരിക്കാൻ നന്നായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇളക്കി നോക്കാം എങ്ങനെയാണ് ബിരിയാണിയുടെ ക്വാളിറ്റി ഉണ്ടോ. ആകെ 100 രൂപയുള്ളൂ. നമുക്ക് ഒരുപാടൊന്നും നോക്കാനൊന്നുമില്ല. 100 രൂപയ്ക്ക് തീർച്ചയായിട്ടും അദ്ദേഹം നല്ല രീതിയിൽ വെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. എന്നാലും നോക്കാം. ആഹാ, അടിപൊളി. നല്ല റൈസാട്ടോ, നല്ല ചെറിയ റൈസാണ്, നല്ല റൈസാണ്. അപ്പോൾ നമുക്കൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം. പതുക്കെ ഇച്ചിരി തോനെയുണ്ട്, പ്ലേറ്റിൽ കൂടുതലുണ്ട്. ആഹാ, അടിപൊളി. ചിക്കൻ്റെ വലിയ 2 പീസൊക്കെ ഉണ്ട്. ഇവിടെ 1 പീസ് കൂടി ഇരിപ്പുണ്ട്. ഇത് വലിയൊരു പ്ലേറ്റ് വലിയൊരു പ്ലേറ്റ് നിറച്ചുണ്ട് കേട്ടോ. കാര്യം ഇത് അത്യാവശ്യം നല്ലൊരാൾക്ക് കഴിക്കാനുള്ള സംഭവമുണ്ട്. ഞാൻ ടേസ്റ്റ് കൂടെ നോക്കിയിട്ട് പറയാം. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എന്തായാലും നമ്മുടെ കുന്നത്തൂർ റൂട്ടിലൊക്കെ പോകുന്നവർ കുന്നത്തൂർ പാലത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ചേട്ടൻ്റെ 100 രൂപ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ. തീർച്ചയായിട്ടും വാങ്ങണം.